പി.വി. അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ടെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഇത്തവണ നിലമ്പൂരിൽ ബി.ജെ.പിയുടെ അടിത്തറ വോട്ടുകൾ വർദ്ധിക്കുമെന്നും മോഹൻ ജോർജ് പറഞ്ഞു. പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ തൃണമൂൽ കോൺഗ്രസായി മത്സരിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് തോന്നുന്നത്? അത് ബാധിക്കുകയൊന്നുമില്ല. ഇവിടെ തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പ് അതിന്റെ രീതിയിൽ അങ്ങ് പോകും. അൻവർ ഒരു എഫക്റ്റ് ആണോ ഈ നിലമ്പൂരിൽ? ഇവിടെ എല്ലാവരും എഫക്റ്റ് ആണ്. ഇവിടെ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടേതായ കഴിവുകൾ അവരവരുടെ മേഖലയിൽ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അൻവർ കഴിഞ്ഞ 9 വർഷമായി MLA ആയിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീകുമാരൻ ചെയ്യുന്ന ശ്രീത്ത് പറയുന്ന ലോജിക്കുണ്ട്. 9 വർഷം MLA ആയിരുന്ന ആൾക്ക് അടിത്തട്ടിൽ സ്വാധീനമുണ്ടാകും. പക്ഷേ ഒരു സ്ഥാനാർത്ഥി അത് പറയുന്നത് സാധാരണമല്ല. സാധാരണഗതിയിൽ തീർച്ചയായും ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. LDF UDF സ്വാധീനമുള്ള ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അതിലൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇത് പറയുന്നത് അൻവറിനെ കുറിച്ച് പറയുന്നത് BJP സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹത്തിന്റെ എതിർചേരിയിൽ തന്നെയായിരുന്നു നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തായിരുന്നു ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഉണ്ടായിരുന്നത്. അന്നും അദ്ദേഹത്തിന്റെ എതിർചേരിയിൽ തന്നെയായിരുന്നു PV അൻവർ MLA ആയിരിക്കുമ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് പറയുന്നത് 9 വർഷമായി MLA ആണ്, അതുകൊണ്ട് തന്നെ നല്ല സ്വാധീനമുള്ള ആൾ തന്നെയാണ് എന്ന് പറയുന്നത്. അൻവർ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും എഫക്റ്റ് ഉണ്ട്, അൻവർ എഫക്റ്റ് ഇല്ല എന്ന് തള്ളിപ്പറയാൻ എന്തായാലും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തയ്യാറായിട്ടില്ല എന്നതും എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും BJPയുടെ അടിത്തറ വോട്ടുകൾ വർദ്ധിക്കുമെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ വിജയിക്കുന്നതിനപ്പുറത്തേക്ക് നിലവിൽ 11,000-ൽ വരുന്ന വോട്ടുകൾ അത് ഒരു 15,000-ഓ 20,000-ഓ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJP സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നത്. എന്തായാലും മലയോര മേഖലയിൽ തന്നെയാണ് ഇന്നും BJP സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്. കരുളായി മൂത്തേടം മേഖലയിലാണ് ഉണ്ടായിരുന്നത്. താളിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു പള്ളിയിൽ വികാരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ക്രൈസ്തവ വോട്ടുകൾ വ്യാപകമായി തങ്ങളുടെ പെട്ടിയിലെത്തിക്കാൻ BJP ശ്രമിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. എന്തായാലും ഈ ഒരു പരാമർശം സ്വാഭാവികമായ പരാമർശമാണ്. അദ്ദേഹം പറയുന്നതിൽ ലോജിക്കുണ്ട്. പക്ഷേ പറയുന്നത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. PV അൻവറിന് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ട് എന്നാണ് ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം 24-നോട് നടത്തിയ ആ ഒരു പ്രതികരണം. ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരനാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രതികരണത്തിന്റെ വാർത്ത നൽകിയത്.